ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് 7 ദിവസങ്ങൾ പൂർത്തിയാവുകയാണ്. ട്രംപ് തിരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞത് താൻ പ്രസിഡൻ്റായാൽ 1 മണിക്കൂർ കൊണ്ട് ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതാണ്. 1 മണിക്കൂറല്ല, 7 ദിവസം, 7x24 അത്രയും മണിക്കൂറുകൾ കഴിഞ്ഞു പോയി. യുദ്ധം തീർന്നില്ല. അതെ, അത് യുക്രൈൻ്റെ കാര്യത്തിൽ ആരും പറയുന്നത് ശരിയാവണില്ല എന്നുള്ളതാണ്. ട്രംപ് പറഞ്ഞത് അതേപോലെ നടക്കുന്നില്ല. അതിനു മുമ്പ് നമ്മൾ വേറൊരാളുടെ കേസിലും കണ്ട്, അതായത് പുടിനും പറഞ്ഞിരുന്നു ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. ദിവസങ്ങൾ മാറി, ആഴ്ചകൾ മാറി, മാസവും മാറി, കൊല്ലങ്ങളായി. ഇപ്പം 3 കൊല്ലത്തിൻ്റെ അറൗണ്ട് 3 years ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതേപോലെ തന്നെ ട്രംപും പറഞ്ഞത് ആ കാൽക്കുലേഷൻ അനുസരിച്ച് പോകുമെന്നുള്ള കാര്യം വളരെ സംശയമാണ്. ഈ പറഞ്ഞ പെട്ടെന്ന് തീർക്കലൊന്നും നടക്കില്ല. അതാണ്. മാത്രമല്ല, അമേരിക്കയുടെ ഒരു തത്തുല്യമായ ശക്തിയാണ് റഷ്യ. അങ്ങനെ പോയൊന്നും ചെയ്യട എന്ന് പറഞ്ഞ് ജയിക്കാനൊന്നും പറ്റുമോ? ഒന്നും നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഷ്യ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. റഷ്യ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. കാര്യം ഇപ്പം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അത് അല്ല, അത് പിടിച്ചു നിൽക്കുന്നതും ഈ പറഞ്ഞതുപോലെ റഷ്യ ഉക്രൈനിൽ അവരുടെ ഏറ്റവും ലീത്തലായിട്ടുള്ള ആയുധമൊന്നും പ്രയോഗിച്ചില്ല. ഒരു ഓൾ ഔട്ട് വാറല്ല അത്. ഓൾ ഔട്ട് വാറല്ല. വേണേ റഷ്യക്ക് ഒറ്റ അടി കൊടുത്താൽ യുക്രൈൻ തീർന്നു പോകും. ഒരു 2 ന്യൂക്ലിയർ വെപ്പൺസ് ഇട്ടാൽ മതി. ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചാൽ ഉക്രൈൻ കഴിഞ്ഞു. അത്രയും ഭയങ്കര മാരകമായ ആയുധങ്ങളൊന്നും പ്രയോഗിച്ചിട്ടില്ല. ആ പട തമ്മിലുള്ള ആർമികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അതും റഷ്യക്ക് വേണ്ടി പൊരുതുന്നത് കൂലിപ്പട്ടാളവും കൊറിയൻ പട്ടാളവും ഒക്കെയാണ്. അപ്പോൾ ഒരു കൺവെൻഷണൽ വാർ എന്നുള്ള രീതിയിലേ പോകുന്നുള്ളൂ. ഈ പറഞ്ഞ ഓൾ ഔട്ട് വാറിൻ്റെ സാഹചര്യം വന്നിട്ടില്ല. പക്ഷേ ട്രംപ് വന്നു കഴിഞ്ഞാൽ ഉടനെ മാറ്റാം. മാത്രമല്ല, ട്രംപ് നേരത്തെ അധികാരത്തിലുണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ശരിയായിരിക്കും. അതെ, മാത്രം ഇവർ തമ്മിലൊരു ബന്ധമാണ്. അതെ അതെ, അവർ തമ്മിൽ നല്ലൊരു കെമിസ്ട്രിയാണ്. അവർ തമ്മിൽ നല്ല ബന്ധമുണ്ട്. പിന്നെ മാത്രമല്ല, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈസ് ചെയ്തൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ പലരും അത് കേൾക്കുമ്പോൾ ഒരു മ്യൂച്വൽ അഡ്മിറേഷൻ ക്ലബ് എന്നൊക്കെ പറഞ്ഞോണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈസ് ചെയ്ത് സംസാരിക്കും. അതെ, പുറംചൊറിയുന്ന ഒരു ഏർപ്പാടാണ്. പക്ഷെ ഇപ്പോൾ ട്രംപ് കുറച്ച് ഓപ്പണായിട്ട് വിത്തൗട്ട് മിൻസിങ് വേർഡ്സ് തുറന്ന് പറയുന്ന ഒരു ടെൻഡൻസിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് റഷ്യ യുക്രൈൻ വാർ ഒരു സ്റ്റുപ്പിഡ് വാറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് റഷ്യയുടെ തന്നെ താല്പര്യമാണ് അത് അവസാനിപ്പിക്കുക എന്നുള്ളത്. അത് നിങ്ങളെ ഹേർട്ട് ചെയ്യാനായിട്ട് പറയുന്നതല്ല. ഈ യുദ്ധം എന്തായാലും അവസാനിപ്പിച്ചേ തീരുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ട്രംപ് ഈ പറഞ്ഞ അഡ്മറേഷൻ പ്രകടിപ്പിക്കുന്നുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൽ റഷ്യ പങ്കെടുത്തതിലും അതിലവരുടെ ധീരമായ റോളിനെയൊക്കെ അദ്ദേഹം പ്രൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ പുടിൻ ഓഫ് കോഴ്സ് ഈ ഡസൻറ്റ് വാണ്ട് ടു ഹേർട്ട് അറ്റ് ഓൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സംസാരത്തിൽ കുറച്ചൊന്നും കൂടി ഒരു ടഫ് നേച്ചറിലേക്ക് ട്രംപ് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് തീർക്കാം, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സെൻറ്റൻസ് കൂടി അദ്ദേഹം ആഡ് ചെയ്തിട്ടുണ്ട്. വി ക്യാൻ ഡു ഇറ്റ് ദി ഈസി വേ ഓർ ദി ടഫ് വേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈസി വേ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ വർത്തമാനമൊക്കെ പറഞ്ഞ് സംസാരിച്ച് നമുക്കൊരു തീരുമാനത്തിലെത്തിയതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളത് ഈസി വേ. പിന്നെ ടഫ് വേ എന്ന് പറഞ്ഞാൽ വി വിൽ ഡു സംതിങ് ഫ്രം അവർ പാർട്ട് എന്നുള്ള രീതിയിൽ. അല്ല, അതിനകത്തൊരു വിരോധാഭാസമുണ്ട്. കാരണം ഒന്ന്, റഷ്യയോട് എന്തെങ്കിലും യുദ്ധത്തിനൊന്നും അമേരിക്ക പോകത്തില്ല. അത് ഉറപ്പാണ്. റഷ്യയോടും യുദ്ധത്തിന് പോകത്തില്ല, ചൈനയോടും യുദ്ധത്തിന് പോകില്ല. ഈ രാജ്യങ്ങൾ തിരിച്ച് അങ്ങോട്ടും പോകത്തില്ല. നമ്മൾ പറയുന്ന പോലെ വലിയ ശത്രുതയാണ് ചൈനയും അമേരിക്കയും. ചൈന തൊട്ട് അമേരിക്കയെ ആക്രമിക്കാനും പോകുന്നില്ല, തിരിച്ചും ഉണ്ടാകാൻ പോകുന്നില്ല. അത് വെൽ ഇക്വേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പറയുന്ന പോലെ അതുകൊണ്ട് റഷ്യയോട് നിങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് വീറ്റോ എന്നും പ്രയോഗിക്കാൻ അമേരിക്ക കഴിയില്ല. പക്ഷേ ഇത് പറയുന്നതിനൊപ്പം സെലൻസ്കിയെ ഉക്രൈനെ ക്ഷീണിപ്പിക്കാനുള്ള നടപടി അമേരിക്ക എടുത്തു കഴിഞ്ഞു. അതായത് ഇനി ഞങ്ങളുടെ സഹായങ്ങൾ ഇസ്രയേലിനും ഈജിപ്തിനും മാത്രമേ ഉള്ളൂ, മിലിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ എയ്ഡ് ഉള്ളൂ എന്ന് പറയും. 2 രാജ്യങ്ങൾക്ക് ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് യുക്രൈന് അമേരിക്കയോട് ഫൈറ്റ് ചെയ്യാനുള്ള ആയുധങ്ങൾ എവിടെ നിന്ന് കിട്ടും? അതെ, അതാണ് പ്രശ്നം. അപ്പോൾ ട്രംപ് ഇങ്ങനെയൊക്കെ ഞാൻ 1 സെക്കൻഡ്, അതായത് ഇപ്പോൾ ട്രംപ് പുത്തിനോട് പറയുന്നത് നിർത്തണം, എളുപ്പത്തിൽ തീർക്കാം, അല്ലെ കഠിനമായ വഴികൾ വേറെ ഉണ്ടെന്നൊക്കെ പറയുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ നോക്കുമ്പോൾ പുടിനെ ഭീഷണിപ്പെടുത്തി അന്ത്യശാസനം കൊടുക്കുന്നതൊക്കെ വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. പക്ഷേ അതേ സമയം തന്നെ സെലൻസ്കിയെ ക്ഷീണിപ്പിക്കുകയാണ്. പൈസ കൊടുക്കില്ല, ആയുധം കൊടുക്കില്ല എന്ന് പറയുന്നു. അതായത് ഇസ്രയേലിലാണെങ്കിൽ ബൈഡൻ നിരോധിച്ച ആയുധങ്ങൾ ടൺ കണക്കിന് കൊടുക്കാനും പറഞ്ഞു. അപ്പോൾ ഈ ഹാർഡ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൽ ഏർപ്പെടും എന്നുള്ള സെൻസിലല്ല പറയുന്നത്. ഇപ്പോൾ ടാക്സസ്, ടാരിഫ്സ്, സാങ്ഷൻസ് ഒക്കെ ഓൾറെഡി ഇപ്പോൾ തന്നെ ഉണ്ട്.
അതൊന്നും കൂടി കർക്കശമാക്കും, ഒന്നും കൂടി ടഫാക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അല്ലാതെ യുദ്ധത്തിനൊന്നും പോകില്ല. അത് ദാറ്റ് വിൽ ബി സൂയിസൈഡ്. അല്ല, എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ പുറമേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പതുക്കെ യുക്രൈനിട്ട് പണിയുന്ന പരിപാടിയാണ് യുക്രൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് യുക്രൈനെയും ഒന്ന് ടെമ്പർ ചെയ്ത് പാകപ്പെടുത്തി എടുക്കണമല്ലോ, പരുവപ്പെടുത്തി എടുക്കണം. കാരണം യുക്രൈനും പറയുകയാണെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നോളാം, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയാനൊരു അവസരം കൊടുക്കരുത്. യുക്രൈൻ ഷുഡ് ബി ടെമ്പേർഡ് ഡൗൺ. അപ്പോൾ അതേപോലെ തന്നെ റഷ്യയുടെ അടുത്താണെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ടാക്സസ്, ടാരിഫ്, സാങ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ യുദ്ധം കഴിഞ്ഞ 4 വർഷമായിട്ട് അതെ. അപ്പോൾ ഇത്രയും നാൾ യുദ്ധം ചെയ്തിട്ടും ഏതായാലും യുക്രൈനെ അങ്ങോട്ട് തീർത്ത് തോൽപ്പിക്കാൻ ഇപ്പോഴത്തെ കൺവെൻഷണൽ വാർഫെയർ കൊണ്ട് ഏതായാലും നടക്കുന്നില്ല. അതിനി ഫുള്ളായിട്ട് തോൽപ്പിക്കൽ കൺവെൻഷണൽ രീതിയിൽ നടക്കുമെന്നും തോന്നണില്ല, മുഴുവനായിട്ട് തോൽപ്പിക്കാനായിട്ട്. അത് മാത്രമല്ല, ഇസ്രയേൽ ഗാസയിൽ നടത്തിയിട്ട് പോലുള്ള കൂട്ടക്കൊലയൊന്നും ഉക്രൈനിൽ റഷ്യ നടത്തുന്നില്ല. അത് ശരിയാ. സിവിലിയൻ കാഷ്വാലിറ്റി വളരെ കുറവാണ്. അതുകൂടെ നമ്മൾ കാണണ്ടേ? അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റൊന്നുകൂടെ ഒരു ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം തോമസ് സാർ നോക്കിയിട്ടുണ്ടാവും. കാരണം അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ട്രംപ് തിരഞ്ഞെടുക്കപ്പെടുന്നു. ട്രംപിൻ്റെ ഓഫീസ് ഇനാഗുറേഷൻ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങ് 20-ാം തീയതി കഴിഞ്ഞു. ഇതിൽ ഒരിടത്തും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ ഒരാശംസ പോലും നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല. അവർ തമ്മിൽ അത്ര വാം റിലേഷൻഷിപ്പ് ഇല്ല. ബൈഡനായിട്ട് നല്ല അടുപ്പ്. അതെ, ബൈഡൻ്റെ അടുത്ത് എന്ത് സ്വാതന്ത്ര്യം എടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ ട്രംപിൻ്റെ അടുത്ത് അങ്ങനെ, ട്രംപിന് ഇതിൽ കാര്യത്തിൽ ട്രംപിൻ്റെ കാഴ്ചപ്പാടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൻ്റെ കാര്യം യൂറോപ്പ് നോക്കട്ടെ, അതെ, നേറ്റോയുടെ കാര്യം നേറ്റോ നോക്കട്ടെ. ഇവിടെ അമേരിക്കക്കാർ പണിയെടുത്ത് കിട്ടുന്ന കാശ് അവിടെ കൊണ്ട് വെറുതെ കമത്താനായിട്ട് വലിയ താല്പര്യമുള്ള ആളല്ല ട്രംപ്. അപ്പോൾ ട്രംപിൻ്റെ ഈ ഭാഷ സെലൻസ്കി ഇപ്പോൾ സ്റ്റേജിലില്ല, അല്ലേ? അതെ അതെ. ലോക രാഷ്ട്രീയത്തിൻ്റെ വേദിയിൽ ഇപ്പോൾ സെലൻസ്കിയെ കാണുന്നില്ല. വളരെ ഒരു വലിയൊരു മൗനം. അതെന്തായിരിക്കും? വലിയ മൗനമായിപ്പോയി. അത് ബൈഡൻ പോയിൻ്റാണ്. ബൈഡൻ നേരത്തെ കൊടുത്ത പോലെ ഓൾ ഔട്ട് സപ്പോർട്ട് ഏതായാലും ഇവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതെന്ന് മാത്രമല്ല, വളരെ തണുത്ത ഒരു രീതിയിലേക്ക് വന്നു. ഊഷ്മളതയൊക്കെ പോയല്ലോ അമേരിക്ക. നിന്റെ പാടായി. അതെ, നോക്കിക്കോ കാര്യം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പക്ഷേ എന്നാലും അപ്പോൾ യുക്രൈൻ അങ്ങനെ ടെമ്പറിയാണ്. ഈ ഒരു യോജിപ്പിലേക്ക് വരണമെങ്കിൽ ഒരു ടെമ്പറിങ് ആവശ്യമാണല്ലോ. യുക്രൈൻ അങ്ങനെ ചെയ്യുന്നു. പിന്നെ റഷ്യയോട് ഇൻഡയറക്റ്റായിട്ട് സൂചിപ്പിക്കുകയാണ് ഇങ്ങനെ ഇപ്പോഴത്തെ സാങ്ഷൻസ് എല്ലാം കുറേയും കൂടി ടഫാക്കും എന്നുള്ളൊരു സൂചന കൊടുക്കുന്നു. രണ്ടു കൂട്ടർക്കും അല്പം ബുദ്ധിമുട്ട് വന്നാലാണല്ലോ കോംപ്രമൈസിലേക്ക് വരുന്നത്. അതോ ഇനി പുട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേവറാണോ? കാരണം കുർസക്കിൽ കുറച്ച് സ്ഥലം ഉക്രൈൻ കയറി പിടിച്ചിരുന്നു. അതിൽ ഒരു 1000 കിലോമീറ്റർ അടുത്ത് കയറി എന്നാണ് പറഞ്ഞത്. അതിൽ കുറേയൊക്കെ അവർ ക്യാപ്ചർ ചെയ്തു തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക റഷ്യ. അങ്ങനെ ആ ബാക്കിയുള്ള സ്ഥലത്തുനിന്നുകൂടെ ഉക്രൈൻ സേനയുടെ ഈ അധിനിവേശത്തെ തുരത്തി റഷ്യയുടെ ടെറിട്ടറി വീണ്ടെടുക്കുകയും റഷ്യ പിടിച്ചെടുത്ത മറ്റു പ്രദേശങ്ങളുണ്ട്, ഡോൺസ്റ്റാക്ക് അടക്കമുള്ള മേഖല, അത് കൈവശം വെക്കുകയും ചെയ്യുന്ന ഒരു ഒത്തുതീർപ്പായിരിക്കുമോ ട്രംപ് പ്ലാൻ ചെയ്യുന്നത്? എന്തായാലും ഈ യുക്രൈൻ പ്രതീക്ഷിച്ച പോലെ വലിയ സപ്പോർട്ട് ഉണ്ടാവില്ല. ഈ കോംപ്രമൈസിന് പോയി കഴിഞ്ഞാലും ട്രംപിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ റഷ്യ പിടിച്ചതൊക്കെ റഷ്യയിൽ തന്നെ ഇരിക്കും എന്നുള്ള മട്ടാണ് കാണുന്നത്. അവർ അധികമൊന്നും വിട്ടുകൊടുക്കാൻ വഴിയില്ല. ഏതായാലും ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യും എന്നല്ലാതെ കാര്യമായിട്ട് ഒന്നും വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. പിന്നെ ട്രംപിൻ്റെ ഈ ഭാഷയെപ്പറ്റി റഷ്യയിൽ ഇപ്പോൾ പലർക്കും ക്രിറ്റിസിസം തുടങ്ങിയിട്ടുണ്ട്. ചിലർ പറയുന്നത് ഇതൊരു ഇൻസൾട്ടാണ്, ഞങ്ങളെപ്പോലെ ഒരു സൂപ്പർ പവറിനോട് ഇങ്ങനെ പറയുന്നത്. അതെ. പിന്നെ ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ആണ്. പിന്നെ മാത്രമല്ല US ഈസ് ഡൗൺ പ്ലേയിങ് ദി സിറ്റുവേഷൻ. അതായത് ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ളത് വാസ്തവത്തിൽ സെലൻസ്കിയുടെയാണ് മിസ്റ്റേക്ക് എല്ലാം, അത് അമേരിക്ക കാണുന്നില്ല എന്നൊക്കെയുള്ളൊരു ടോക്ക് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ട്രംപ് ഇപ്പോൾ പറയുന്ന പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യയോട് പറയുകയാണ് നിങ്ങൾ എണ്ണ വില കുറയ്ക്കണം. അതായത് $45 പെർ ബാരൽ എന്നുള്ള റേറ്റിലേക്ക് ഇത് താഴ്ത്തണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റഷ്യക്ക് മെയിനായിട്ടുള്ള ഇൻകം എന്ന് പറഞ്ഞാൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അത് അന്താരാഷ്ട്ര വിപണിയിൽ ചിലപ്പോൾ ഇന്ത്യക്കോ അങ്ങനെ അല്ലെങ്കിൽ ചൈനയ്ക്കൊക്കെ വിറ്റിട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഈ എണ്ണയുടെ വില ഇടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റഷ്യക്ക് ഇപ്പോഴത്തെ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒപെക് രാഷ്ട്രങ്ങളോട് അമേരിക്ക ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഓയിൽ പ്രൈസ് ഒന്ന് കട്ട് ചെയ്ത് 45 ആക്കുക. $45 പെർ ബാരൽ വന്നു കഴിഞ്ഞാൽ പിന്നെ റഷ്യക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലാതെ അമേരിക്ക നേരിട്ട് യുദ്ധത്തിന് പോവുക അല്ലെങ്കിൽ മറ്റു വെപ്പൺസ് ഒന്നും ഉപയോഗിക്കുന്ന രീതിയിലല്ല. ഇത് $45 പെർ ബാരൽ എന്നുള്ള കണ്ടീഷനിലേക്ക്
ഈ റഷ്യ സൗദി അറേബ്യ വന്നു കഴിഞ്ഞാൽ അപ്പോൾ റഷ്യക്കും അതനുസരിച്ച് വില കുറയ്ക്കേണ്ടി വരും. അങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് ഈ ക്രൂഡ് വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ റഷ്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ് ഈ ട്രംപിൻ്റെ ഒരു കാൽക്കുലേഷൻ. അപ്പോൾ പണ്ട് ബൈഡനോ ഇത് പറഞ്ഞായിരുന്നു സൗദിയോട്. സൗദി കേട്ടില്ല. സൗദിക്ക് ബൈഡൻ്റെ അവരുടെ എക്കണോമിയെ ബാധിക്കും. അതെ പിന്നെ അപ്പോൾ അവർക്ക് നഷ്ടം വരുത്തിയിട്ട് ബാക്കി രാജ്യങ്ങൾ രക്ഷപ്പെടുത്താൻ, അമേരിക്കയ്ക്ക് നഷ്ടം വരുത്തി ബാക്കിയുള്ളവരെ സഹായിക്കാനില്ല എന്ന് പറയുന്ന പോലെ സൗദി നഷ്ടം സഹിച്ച് അവർക്കൊരു കാര്യമില്ലാത്ത റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് എന്തിനാ? അതെ അപ്പോൾ പിന്നെയും ഇറാനൊക്കെ ആണെങ്കിൽ പിന്നെയും താല്പര്യം ഉണ്ടാവും. ഇറാൻ എന്തോ ഡ്രോൺസ് കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ സൗദി അറേബ്യക്ക് ഈ കാര്യത്തിൽ യാതൊരു താല്പര്യമില്ല. പക്ഷേ മുമ്പ് ബൈഡൻ പറഞ്ഞപ്പോൾ അവർ ശ്രദ്ധിച്ചിരുന്നില്ല ഈ കാര്യം. പക്ഷെ ഇപ്പോൾ ട്രംപ് പറയുമ്പോൾ ട്രംപുമായിട്ടൊരു ആത്മബന്ധമുണ്ട് സൗദിക്ക്, ബിൻ സൽമാൻ MBS. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതാണിപ്പോൾ ട്രംപ് പറയുന്നത് ലാസ്റ്റ് വേ ഔട്ട് എന്നുള്ള രീതിയിൽ പറയുന്നത് ഇതാണ്, എണ്ണവില കുറയ്ക്കുക. എണ്ണവില നന്നായിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് റഷ്യക്ക് താങ്ങാൻ കഴിയില്ല. അപ്പോൾ റഷ്യ മറ്റുള്ളവർ പറയുന്നത് കേൾക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതായിരിക്കും ട്രംപിൻ്റെ പ്ലാൻ. അതെ അതാണ് ഇപ്പോൾ അവർ പറയുന്ന ഒരു മാർഗം. പക്ഷെ അതെന്തുമാത്രം പ്രാവർത്തികമാകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം സൗദിക്ക് എന്തിൻ്റെ കേടാണെന്ന് ബാക്കിയുള്ളവർ ചോദിക്കില്ലേ. അതെ, വല്ലവരുടെയും കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇത് വില കുറച്ച് കഴിയുമ്പോൾ മാത്രമല്ല സൗദിക്ക് ഇഷ്ടമാണെങ്കിൽ പോലും പ്രശ്നമാണ്. കാരണം ബാക്കി ഒപെക് കൺട്രീസ് ഒക്കെ ഉണ്ടല്ലോ, അവരെല്ലാം ഇവർക്കെതിരെ. ഇത് മാത്രമല്ല വേറെ കാര്യമുണ്ട്, ഇത് മുൻകൂട്ടി കണ്ട് റഷ്യ അങ്ങോട്ട് എണ്ണ വില കുറച്ചാൽ എന്ത് ചെയ്യും? സൗദി എന്ത് ചെയ്യും? അതെ റഷ്യക്ക് ഉപരോധമുണ്ട്. പക്ഷേ റഷ്യയുടെ നിന്ന് ഇന്ത്യ വാങ്ങുന്നുണ്ട്, ചൈന വാങ്ങുന്നുണ്ട്. ഇന്ത്യ വാങ്ങിയിട്ട് ഇന്ത്യ കഴിഞ്ഞ വർഷം സൗദി അറേബ്യയേക്കാൾ കൂടുതൽ എണ്ണ നമ്മൾ വിറ്റു. റഷ്യയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ മറിച്ച് വിറ്റു. അങ്ങനെയുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു കൃത്യം എന്ന നിലയിൽ റഷ്യക്കും വേണമെങ്കിൽ ഒരു ടാക്ടിക്സ് എന്ന നിലയിൽ എണ്ണ വില കുറയ്ക്കുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വാങ്ങുന്നു, അവർ വീണ്ടും വിൽക്കുന്നു. അപ്പം ഈ പറയുമ്പോൾ ഒപെക് രാജ്യങ്ങളുടെ നടപടി. അതെ, ഈ ഒപെക് രാഷ്ട്രങ്ങളുടെ എതിർപ്പ് ഈ സൗദി അറേബ്യ നേരിടേണ്ടി വരും. കാരണം പണ്ട് ആയത്തുള്ള റൂഹുള്ള ഖൊമൈനിയുള്ള കാലത്ത് സൗദി അറേബ്യ വില കുറയ്ക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളെ ആക്രമിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇറാൻ പറഞ്ഞു ആക്രമിക്കുന്നു. അപ്പോൾ അതേപോലെ അത്രയും വിരോധവും ശത്രുതയും സൗദി അറേബ്യക്ക് നേരിടേണ്ടി വരും ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കും. അതെ അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ സൗദിയുടെ പ്രൊഡക്റ്റാണ് എണ്ണ. അതുകൊണ്ട് അമേരിക്ക പറഞ്ഞാൽ അങ്ങ് കുറച്ചേക്കാം എന്ന് വിചാരിക്കുമ്പോൾ അവർക്കും ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്യേണ്ടി വരും. ഒരുപാട് പ്രശ്നം. ഏതായാലും ഈ റഷ്യ ഉക്രൈൻ യുദ്ധം എപ്പോൾ തീരും, എങ്ങനെ തീരും എന്നുള്ളത് ട്രംപ് വന്നതിന് ശേഷവും ഒരു സമസ്യയായിട്ട് തുടരുകയാണ്. അതെ പെട്ടെന്നൊന്നും അങ്ങ് ഉദ്ദേശിച്ച പോലെ ഒന്നും തീരുന്നു. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.